ക്രിസ്മസ് ആയതോടെ പടക്കക്കടകളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ മാമൂടുള്ള VCC ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് നിൽക്കുന്നത്. ഇത്തവണത്തെ വെറൈറ്റികളും അവയുടെ വിലയുമൊക്കെ എന്താണ്, എങ്ങനെയാണ് എന്ന് നോക്കാം. ഈ കടയുടെ ഉടമ നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ക്രിസ്മസിൻ്റെ ഒരു വലിയ തിരക്കിലേക്ക് ഏതാണ്ട് എത്തിക്കഴിഞ്ഞല്ലേ? ഏകദേശം തിരക്കിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇന്നൊക്കെ നല്ല തിരക്കായിരുന്നു. ഒരു 15-ാം തീയതി മുതൽ നമുക്ക് തിരക്ക് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒത്തിരി കടക്കാരും ആൾക്കാരും എല്ലാം വരുന്നുണ്ട്. നമുക്ക് കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനെല്ലാം ഹോൾസെയിൽ കടയാണ്. ഇത് ഹോൾസെയിലായിട്ടാണ് വളരെ വിലക്കുറവിൽ എല്ലാം ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ അത്യാവശ്യം നല്ല തിരക്ക് ഇപ്പോൾ തന്നെ കടയിലുണ്ടല്ലോ? ഇപ്പോൾ തന്നെ ഉണ്ട്. ഉച്ചയ്ക്കൊക്കെ ഇവിടെ നിൽക്കാൻ മേലായിരുന്നു, അതുപോലെ തിരക്കായിരുന്നു. അപ്പോൾ ഇനിയും മുന്നോട്ട് ഇപ്പോൾ രാത്രിയാവുന്നതനുസരിച്ച് ഇതും നാളെയെല്ലാം നമുക്ക് അതുപോലെ നല്ല തിരക്ക്. ഇത്തവണ വെറൈറ്റി ഐറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഒത്തിരി വെറൈറ്റി ഐറ്റം ഉണ്ട്. ഇത് ഇപ്പം നമുക്ക് ഇതെന്ന് പറയും, ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ലോലിപോപ്പ് എന്ന് പറഞ്ഞൊരു ഐറ്റം. ഇതൊക്കെ നമ്മുടെ കമ്പിത്തിരി ഇതുണ്ട്. കമ്പിത്തിരി പോലെ തന്നെ ലോലിപോപ്പ് എന്ന് പറയും. ഇതെടുത്തിട്ട് ഇങ്ങനെ കമ്പിത്തിരി പോലെ കത്തിച്ചാൽ മതി. പക്ഷെ അത് ഇത് ഒരു മിനിറ്റ് വേണം, നല്ല സമയം എടുത്ത് കത്തുന്നതാണ്. ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടുകയും ചെയ്യും. എന്നാൽ പ്രശ്നങ്ങൾ പിള്ളേർക്ക് വരെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണിത്. ലോലിപോപ്പ് എന്നതിൻ്റെ പേര്. നല്ല ടൈമിങ്ങും ഉണ്ട്. ഒരെണ്ണമൊക്കെ 1 മിനിറ്റിൽ മേളിൽ ടൈമിംഗ് ഉണ്ട്. 5 പീസാണ് ഇതിനകത്ത് വരുന്നത്. അത് ഒരു 300 ആ റേഞ്ചൊക്കെ. പല ഫാൻസി സാധനമെല്ലാം പല റേഞ്ചാണ്. പിന്നെ തീരെ ചീപ്പായിട്ടുള്ള എല്ലാം പല ഐറ്റവും ഉണ്ട് നമ്മുടെ. ബാറ്റും ബോളും കിടക്കുന്നുണ്ടാണ്. ബാറ്റും ബോളും ഇതൊരു പുതിയ ഈ വർഷത്തെ ഒരു വെറൈറ്റിയാണ്. ഈ ബാറ്റിങ്ങനെ ഇവിടെ കത്തിച്ച് കഴിഞ്ഞാൽ ഫൗണ്ടൻ പോലെ വരും. പിന്നെ അത് ബോൾ ഒരു ഗുണ്ട് പോലെ, ഒരു പടക്കം പോലെ പൊട്ടുന്ന ഒരു സാധനം, ഒരു വെറൈറ്റി ഐറ്റമാണ്. പിന്നെ പൂവിൻ്റെ തന്നെ നമുക്ക് ഒത്തിരി കളക്ഷൻ, ഫൗണ്ടൻസ് ഒത്തിരി കളക്ഷൻ ഉണ്ട്. ഇതിപ്പം ഇങ്ങനെ ഇത് തിരിയൊന്നുമല്ല, ഇവിടെ ഇങ്ങനെ കമ്പത്തിരി കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി. അപ്പോൾ അത് നല്ല രീതിയിൽ ഉയർന്ന ഫൗണ്ടൻ. അത് നമ്മുടെ ഒരു സീറ്റ് കടയിലൊക്കെ കയറുന്ന പോലെ, സീറ്റ് ഷോപ്പിലൊക്കെ കയറുന്ന പോലെ വെറൈറ്റി സാധനം. ഇത് കണ്ടാൽ ഫൗണ്ടനാണെന്നോ പൂവാണെന്നോ പറയത്തില്ല. ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വേറെ പുതിയ വെറൈറ്റി ഐറ്റമാണ്. ഈ പ്രാവശ്യത്തെ ഒത്തിരി നമുക്ക് വെറൈറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കട ശരിക്കും ഈ സീസൺ മാത്രമല്ല, എപ്പോഴും ഉള്ള കടയല്ലേ? 15 ദിവസം നമുക്ക് ഇതുണ്ട് കടയാണ്. അപ്പോൾ ഒത്തിരി ഇപ്പോൾ ഫംഗ്ഷൻസിനെല്ലാം എല്ലാവരും ഷോട്ടുകളെല്ലാം എടുക്കുമല്ലോ. അപ്പം ഒത്തിരി പേര് ഓർഡർ തരികയും പള്ളിക്ക് പരിപാടിക്കൊക്കെ നമുക്ക് ഒത്തിരി ഓർഡർ കിട്ടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് പ്രധാനമായിട്ട് എവിടുന്നാണ് ഇത് പടക്കങ്ങൾ? ശിവകാശിയിൽ നിന്ന് ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് തന്നെ എടുക്കുക, അല്ല ഏജൻറ്റ് വഴിയോ കടകളിൽ നിന്നൊന്നുമല്ല. നമ്മൾ കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് വിലയിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ? കഴിഞ്ഞ മൊത്തത്തിൽ നമുക്ക് വില വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെ അത് ചേഞ്ച് വരുത്തിയിട്ടില്ല. മൊത്തത്തിൽ അവിടെ ക്ലൈമറ്റ് ചേഞ്ചൊക്കെ ആയിട്ട് അവിടെ പ്രൊഡക്ഷനൊക്കെ വ്യത്യാസമുണ്ട്. അവിടെ ഇപ്പോൾ വില കൂടിയാണിപ്പോൾ വരുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാളും കൂടിയാണ് നമുക്ക് ബില്ലിൽ വില. പക്ഷേ നമ്മളത് കഴിഞ്ഞ വർഷത്തെ വില തന്നെയാണ് നമ്മളിപ്പോഴും കൂടുതൽ എടുക്കത്തില്ല. അത് ഇത് മാറ്റമൊന്നും വരുത്താതെ തന്നെ ഇരിക്കുക. അതുകൊണ്ടാണ് ഇന്നിപ്പോൾ കണ്ടില്ലേ ഏത് സമയത്തും ഇങ്ങനെ ഇത്ര ക്രൗഡായിട്ട് ഒക്കെ അങ്ങനെ വന്നു പോയി ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട്. പിന്നെ മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് വെറൈറ്റി ഐറ്റംസ് ഒത്തിരി ഉണ്ട്. ഒത്തിരി ഇതുള്ളെന്നുള്ള പേരാണ് നമുക്ക് കൂടുതൽ സാധനങ്ങൾ. പിന്നെ ആൾക്കാർക്ക് ഇപ്പോൾ വേണമെങ്കിൽ കണ്ട് കേട്ട് അവർക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. ഒരു സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോകുന്ന പോലെ സ്വന്തമായിട്ട് കയറി നടന്ന് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ ഷോപ്പ് ഇങ്ങനെ തൊട്ടറിഞ്ഞ് പിള്ളേർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. ഫാമിലീസാണ് നമുക്ക് കൂടുതലും വരുന്നത്. അപ്പം വേറെ നമുക്ക് ഒത്തിരി വലിയ ഷോട്ടുകളുണ്ട്. പിന്നെ മയിൽ ഇതൊക്കെ ഉള്ളതാണ്. മയിൽ പീക്കോക്ക് എന്ന് പറഞ്ഞ ഐറ്റം. പിന്നെ ടിൻ ബിയർ എന്ന് പറഞ്ഞ്, ഇത് 7up എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടിൻ ബിയർ. ഇതൊക്കെ ഒരു ഫൗണ്ടനാണ്. ഇതിങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ വലിച്ച് പൊട്ടിച്ചിട്ട് ഇതിനകത്ത് ഇതാണ് കമ്പത്തിരി കൊണ്ട് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ മുകളിലോട്ട് ഉയർന്ന് ഇതിങ്ങനെ ഫൗണ്ടൻ വരും. കുറേ നേരമുണ്ട്. പിന്നെ അതുപോലെ മണി റെയിന് ഇപ്പം ഇത് കത്തിച്ച് ഇത് പൊട്ടിക്കഴിയുമ്പോൾ കുറേ ഡമ്മി പണം ഇങ്ങനെ 2000, 500, 1000 അങ്ങനെ പൈസ വന്ന് വീഴും. അങ്ങനെ പിള്ളേർക്ക് ഇതൊന്നും അധികമായി മുൻ വർഷങ്ങളിൽ ഇല്ലാത്ത അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്ത അവയ്ക്ക് ഇല്ലാത്തതാണ് കുറേ. നമ്മൾ പിന്നെ ഇത് ഫോട്ടോ ഫ്ലാഷ് എന്ന് പറയും. ഇങ്ങനെ ഫോട്ടോ മിന്നുന്ന പോലെ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കും. പുതിയ ഐറ്റം ഫോട്ടോ ഫ്ലാഷ്. വലിയുള്ള സാധനങ്ങളല്ല. അല്ലല്ല, ഇത് സാധാ ഇതുള്ള. പിന്നെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഉപയോഗിക്കാൻ എന്നല്ലേ, ഭയക്കാതെ ഉപയോഗിക്കാവുന്ന സാധനമാണ് ഈ മണി റെയിൻ എന്നൊക്കെ പറയുന്നത്. ഇത് പുതിയ ഫൗണ്ടൻസ്. ഇത് പിന്നെ പോപ്കോണ് ഇങ്ങനത്തെയൊക്കെ ഐറ്റം എന്ന് പറയുന്നത് നല്ല ഒരു പിള്ളേർക്ക് ഒത്തിരി അവർക്ക് നിസ്സാരമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ലൊരു ഇതാണ്. അവർക്ക് ഒത്തിരി പേര് ഇതൊക്കെ അന്വേഷിച്ച് വന്ന് മേടിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ഭയപ്പെടാതെ ഉപയോഗിക്കാവുന്ന ഐറ്റംസാണ് ഇവിടെ കൂടുതൽ നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാം, നിസ്സാരമായിട്ട് ഉപയോഗിക്കാവുന്ന ഐറ്റംസ് ഇപ്പം നമ്മൾ കൂടുതൽ എടുക്കുന്നത്. പിന്നെ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ ഇത് പുതിയൊരു ഐറ്റമാണ്. ഹെലികോപ്റ്റർ ഇതിങ്ങനെ കറങ്ങിയിട്ട് ഉയർന്നു പൊങ്ങുന്ന ഐറ്റം. അങ്ങനെയൊക്കെ ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഉണ്ട്.
നമുക്ക് പെരുന്നാളുകൾക്ക് വേണ്ടിയുള്ള സെറ്റ് ഔട്ടുകൾ വലിയ വലിയ ഇതുകൾ എല്ലാം നമ്മുടെ കയ്യിലുണ്ട് കൊടുക്കുക. അതങ്ങനെ നമുക്ക് ഒത്തിരി ഓർഡർ അടുത്ത സീസൺ ജനുവരി ഒക്കെ ആകുമ്പോൾ പെരുന്നാൾ സീസണിൽ ഒത്തിരി ഓർഡറുകളൊക്കെ നമുക്ക് കിട്ടുന്നു. അടിപൊളിയായിട്ട് പോകുന്നു. ദൈവം അനുഗ്രഹിച്ച് അടിപൊളിയായിട്ട് ഇങ്ങനെ പോകുന്നു, കുഴപ്പമില്ല. സീസൺ ഓക്കെ. പിന്നെ അങ്ങോട്ട് പിള്ളേർക്ക് കാറ് അതൊക്കെ ഉണ്ട്. പുതിയൊരു എന്താണെങ്കിലും വലിയ തിരക്ക് തന്നെയാണ് ഈ കടയിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ ഇത്തരത്തിലുള്ള വലിയ തിരക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ കടയുടമ തന്നെ പറയുന്നത്. ഷോട്ടാണ് സ്പിൻ ചെയ്ത് മുകളിലോട്ട് 15 ഷോട്ട് മുകളിലോട്ട് ഇങ്ങനെ ചെന്നിട്ട് കുടച്ചക്കണം ചെയ്യുന്ന പോലെ മുകളിൽ സ്പിൻ ചെയ്യും. പൊട്ടുമല്ല, ഇങ്ങനെ സൗണ്ട് വെച്ച് സ്പിൻ ചെയ്യുന്നത്. അങ്ങനെ പിന്നെ ഇതെല്ലാം ഓരോ ഫൗണ്ടൻസാണ്, വെറൈറ്റി. പിന്നെ ഇതാണ് കാറെന്ന് ഞാൻ പറയും, പിള്ളേർക്ക് ഉപയോഗിക്കാവുന്ന കാറ്. ഇതിങ്ങനെ ഇവിടെ തീ കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ കുറേ ഓടിയിട്ട് നിൽക്കുന്നത്. അങ്ങനെ പൊട്ടുന്നൊന്നുമല്ല പിള്ളേർക്ക്. പിന്നെ അതിന് ശേഷം പിള്ളേർക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം, ഓടിച്ച് കളിക്കുകയും ചെയ്യാം. കുട്ടികൾക്ക് വേണ്ടിയുള്ള ഫാൻസി ഐറ്റം. ഒരു അപകടമില്ല, അവർക്ക് തന്നെ കത്തിക്കാൻ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നൊന്നുമല്ല അങ്ങനെയുള്ള. പിന്നെ കളർ പൂവുകൾ, പിന്നെ ഇത് മഷ്റൂം എന്ന് പറയാം. മഷ്റൂം ഇത് ഫൗണ്ടനാണ്, മഷ്റൂം എന്ന് പറയുന്ന ഫൗണ്ടന. പിന്നെ ഓറിയോ എന്ന് പറയും, ഇതൊക്കെ ഓറിയോ. ഇതെല്ലാം പല ഫൗണ്ടൻസാണ്. പിന്നെ ഇത് കുഞ്ഞ് ഫൗണ്ടൻ, ഇത് ട്രൈ കളറ്, പല കളറ്, 3 കളറായിട്ട് വരുന്ന കുഞ്ഞ് ഫൗണ്ടന്. ഇതെല്ലാം നമുക്ക് പുതിയ തരം ഇതാണ് ഓറിയോ. ഇത് മഷ്റൂം എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇത് എടുത്ത് വെച്ച് ഇത് തീ കൊടുത്താൽ മതി, ഫൗണ്ടൻ പോലെ. ഒക്കെ ഏത് പിള്ളേർക്ക് ഉപയോഗിക്കാവുന്ന, പേടിക്കാതെ ഉപയോഗിക്കാവുന്ന. ഓറിയോ ഇതുപോലെ തന്നെ ഒരു ഫൗണ്ടനാണ്. എല്ലാം വെറൈറ്റി. പിന്നെ ടിൻ ടവർ, ഇതൊക്കെ വലിയ ഇത് ഒരുപാട് വെറൈറ്റി, അതായത് മറ്റ് സ്ഥലങ്ങളിൽ മുമ്പ് കണ്ടിട്ടില്ലാത്ത തരത്തിൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമുക്ക് നമ്മുടെ കടയിൽ. അതാണ് എൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അറിഞ്ഞ് കേട്ട് ഒത്തിരി പേര് വരുന്നത്. പലതും ഇങ്ങനെ മൗത്ത് പബ്ലിസിറ്റി ചെയ്ത് പലരും അറിഞ്ഞാണ് കൂടുതൽ ഈ കടയിലോട്ട് വരുന്നത്. ഇത് നമ്മൾ 50 വർഷമായിട്ട് നമ്മുടെ തിരുവല്ല കുരിശുകോലയിൽ നമുക്ക് 60 വർഷമായിട്ട് ഉണ്ടായിരുന്നതാണ്. അതാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് മാറ്റിയേക്കുന്നത്. 3 വർഷമായിട്ട് ഇവിടെ നമ്മൾ ചെയ്യും. ചേട്ടാ, എല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞോ, വാങ്ങി കഴിഞ്ഞോ? തീർച്ചയായിട്ടും എല്ലാം വാങ്ങിച്ചു, കുഴപ്പമില്ല. നല്ല കളക്ഷൻ ഉണ്ട്, വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ് ഇതൊക്കെ ചെയ്യുന്നതേ. അന്നേരം കൊച്ചു പിള്ളേരുടെ ഐറ്റങ്ങളാണ്, ഞങ്ങൾക്കൊക്കെ മക്കളൊക്കെ ഉള്ളതാണ്. അന്നേരം കൊച്ചു പിള്ളേരുടെ ഐറ്റങ്ങളാണ് കൂടുതലായിട്ട് മേടിച്ചിരിക്കുന്നത്. പിന്നെ ഒത്തിരി അല്ലാത്തതും മേടിച്ചിട്ടുണ്ട് നമുക്കുള്ളത്. അത് തന്നെ. അപ്പോൾ ഒരു ചേട്ടൻ ഇവിടെ പർച്ചേസിംഗ് ഒക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ചേട്ടാ, പടക്കമെല്ലാം വാങ്ങി കഴിഞ്ഞോ? അത്യാവശ്യ സാധനങ്ങളെല്ലാം വാങ്ങി. ഇപ്പം ഏകദേശം ഇത്രയും ഇപ്പം പർച്ചേസ് ചെയ്തു. അത്യാവശ്യം സാധനങ്ങളുണ്ടല്ലോ. ഉണ്ട്. നമ്മൾ പിള്ളേർക്കൊക്കെ ആയിട്ട് ഇച്ചിരി വെറൈറ്റി ഐറ്റംസ്, പുതിയ ഫാൻസി ഐറ്റംസ് ഒക്കെ വന്നെന്ന് അറിഞ്ഞുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇത്തവണ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഒത്തിരി ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഒത്തിരി പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഡെമോ ഒക്കെ കണ്ടപ്പോഴും എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് കാരണം ഇത് നമ്മുടെ പഴയ ഓലപ്പടക്കമല്ലേ? നമ്മൾ എന്തൊക്കെ മേടിച്ച് കൂട്ടിയാലും ക്രിസ്മസിന് ഇത് നമുക്കൊരു ഇത് വേണമല്ലോ. അതിനുവേണ്ടി ഓലപ്പടക്കം നമുക്ക് ആവശ്യമുള്ളതുകൊണ്ട് മേടിച്ചതാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഓരോന്ന് വിധമെങ്കിലും എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? എല്ലാം ഓരോ ബോക്സ് വെച്ച് എടുത്തിട്ടുണ്ട്. എല്ലാം ഒരുമാതിരി എല്ലാം കവർ ചെയ്തു എന്നാണ് പ്രതീക്ഷ. ഇനിയിപ്പം ഒരു 2 ഷോട്ട് കൂടെ അവിടെ നിന്ന് എടുക്കണം. ഇത് എത്ര രൂപയുടെ സാധനമുണ്ട്? ഇപ്പം ഞാനൊരു 3000 രൂപ ബജറ്റാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു അതിനുള്ളിൽ നിൽക്കും. അല്ലെങ്കിൽ ഇച്ചിരി വ്യത്യാസം കൂടെ വന്നാലും നമ്മളതങ്ങ് കാര്യമാക്കത്തില്ല. കാരണം എന്തായാലും ഇവിടെ ഭയങ്കര വില വ്യത്യാസമുള്ള സാധനം നമുക്ക് കിട്ടുന്നത്. പടക്കക്കടകളിലൊക്കെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കോട്ടയം ജില്ലയിലെ മാമൂടുള്ള VCC ട്രേഡേഴ്സിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് ഈ കടയുടമ തന്നെ വ്യക്തമാക്കിയത്. ഇപ്പോഴും ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും, ഒരുപാട് ആളുകൾ ഇപ്പോഴും പടക്കം വാങ്ങാൻ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഒരുപാട് വെറൈറ്റികൾ ഉണ്ട് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. കോട്ടയം ചങ്ങനാശ്ശേരിയിൽ നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV.